സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഒന്നും മറന്നിട്ടില്ല, ഒന്നും മറക്കുകയുമില്ല. അത് കൃത്യമായി അമേരിക്കയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് വന്നിറങ്ങിയത്. ഈ ചിത്രം നോക്കൂ. അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് വന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇത്. ഈ വിമാനത്തിലെ എൻ്റെ സഹയാത്രികർ എന്നാണ് ഈ ചിത്രത്തിനൊപ്പം അദ്ദേഹം കുറിച്ചത്. ഇറാനെതിരായ യുദ്ധത്തിൻ്റെ ആദ്യ ദിനം മിനാബ് സ്കൂളിന് നേരെ അമേരിക്ക നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 168 കുരുന്നുകളുടെ ശേഷിപ്പുകളായിരുന്നു ഇറാൻ സംഘം വന്ന വിമാനത്തിൻ്റെ ആദ്യ സീറ്റുകളിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ചർച്ചയ്ക്ക് വന്ന ഇറാൻ സംഘത്തിന് മിനാബ് 168 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ പരം എങ്ങനെയാണ് അമേരിക്കയെ അവരുടെ തന്നെ ക്രൂരതയെ ഓർമ്മപ്പെടുത്തുക? എന്തായാലും ഇറാൻ ട്രംപിൻ്റെ സംഘത്തിന് നൽകിയിരിക്കുന്നത് കൃത്യമായ സന്ദേശമാണ്. ഞങ്ങളൊന്നും മറന്നിട്ടല്ല ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്, എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന ആ സന്ദേശം. ഇന്നലെ മുജ്തബ ഖമനേയിയും ഒന്നും പൊറുക്കില്ല എന്ന് തന്നെയാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. എന്തായാലും ഇത് മനസ്സിലാക്കി തന്നെ ട്രംപ് വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങി എന്നതാണ് ഇസ്ലാമാബാദിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകാൻ അമേരിക്ക തത്വത്തിൽ തീരുമാനിച്ചു എന്നതാണ് വിവരം. ഇത് ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ആദ്യം പരോക്ഷ ചർച്ച, ലെബനോനിലെ വെടിനിർത്തൽ നടപ്പാക്കിയിട്ട് നേരിട്ടുള്ള ചർച്ച എന്നതാണ് ഇറാൻ ഇപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. അതായത് ചർച്ചാ ടേബിളിലും അമേരിക്കൻ സംഘത്തെ പ്രതിരോധത്തിലാക്കുകയാണ് ഇറാൻ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇതിനിടെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇറാന്റെ തീരുമാനങ്ങളിൽ ഓഡിയോ കോൺഫറൻസിംഗ് വഴി ഇടപെടുന്നുണ്ട് എന്നുള്ള നിർണായക റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ പരോക്ഷ ചർച്ചകൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത 1979 ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന നേതൃതലത്തിലുള്ള ചർച്ച എന്നതാണ്. മുഹമ്മദ് ബാക്കർ കാലിബാഫും അബ്ബാസ് അരാക്ചിയുമുള്ള ഇറാൻ സംഘം വളരെ ശക്തമാണ് എന്നതും നമ്മൾ നോക്കിക്കാണണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നത് തങ്ങൾ ഇസ്രയേലിൻ്റെ വാക്ക് കേട്ട് തുടങ്ങിവെച്ച സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാട് പ്രതിഫലിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാൻ്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്നത് ഇറാൻ വളരെ കാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഖത്തറിലെയും മറ്റ് വിദേശ ബാങ്കുകളിലെയും ഇറാൻ്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകാൻ അമേരിക്ക തത്വത്തിൽ സമ്മതിച്ചതായി ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചർച്ചകളിൽ അമേരിക്ക പുലർത്തുന്ന ഗൗരവത്തിൻ്റെ അടയാളമായാണ് ഇറാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഏകദേശം 50,000 കോടി രൂപ വരുന്ന ആസ്തിയാണ് അമേരിക്ക തടഞ്ഞു വച്ചിരിക്കുന്നത്. മുമ്പ് ദക്ഷിണ കൊറിയൻ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന ഈ തുക 2023 ഖത്തറിലെ ബാങ്കുകളിലേക്ക് ഇറാൻ മാറ്റുകയായിരുന്നു. എന്നാൽ റോയിറ്റേഴ്സ് വാർത്തയെ അമേരിക്ക ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അമേരിക്ക നിഷേധക്കുറിപ്പിൽ പറയുന്നത്. അതായത് ചർച്ചകളിൽ ഇത്തരമൊരു തീരുമാനം എടുത്തേക്കാമെന്നുള്ള സൂചന തന്നെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതുമായി ഈ ആസ്തികൾ വിട്ടു നൽകുന്ന വിഷയം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഈ ആസ്തികൾ വിട്ടു നൽകിയാൽ ഹോർമൂസ് തുറക്കാം എന്നതാണ് ഇറാൻ്റെ നിലപാട്. മാത്രമല്ല, ഹോർമൂസിൽ ചുങ്കം പിരിക്കാനും അനുവദിക്കണം. ഹോർമൂസിൻ്റെ പൂർണ്ണമായ അധികാരം തങ്ങൾക്കാണ് എന്ന് അമേരിക്ക സമ്മതിക്കുകയും വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ ലെബനനിലും ഒപ്പം ഗാസയിലും ഉടനടി ഇസ്രയേൽ വെടിനിർത്തൽ നടപ്പാക്കണം. അല്ലാതെ ഫേസ് ടു ഫേസ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇറാൻ സംഘം. നിലവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് തുടക്കമായിരിക്കുന്നത്. എന്നാൽ വെടിനിർത്തലിന് മുമ്പ് ഇറാൻ ചില ഉറപ്പുകൾ നൽകണമെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നിലപാട്. അതായത് ലെബനോനിൽ വെടിനിർത്തൽ കൊണ്ടുവരണമെങ്കിൽ അതിനു മുമ്പ് ഇറാൻ ചില ഉറപ്പുകൾ നൽകണമെന്ന് വാൻസ് ആവശ്യപ്പെടുന്നു. ഇറാൻ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വിമുഖത കാട്ടുന്ന സാഹചര്യത്തിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇരുപക്ഷത്തെയും ഒരു മേശയ്ക്ക് ചുറ്റുമെത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇസ്ലാമാബാദിൽ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ മേധാവിത്വം സ്ഥാപിക്കുന്നതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇറാൻ സംഘത്തിന് മിനാബ് 168 എന്ന് പേര് നൽകിയതും സംഘം വന്ന വിമാനത്തിൽ കുരുന്നുകളുടെ ശേഷിപ്പുകൾ കൊണ്ടുവന്നതും.
അമേരിക്ക ഇതുവരെ സമ്മതിക്കാത്ത ആക്രമണത്തിൽ, അതായത് ഈ മിനാബ് സ്കൂളിൽ നടന്ന ആക്രമണം ഇതുവരെ അമേരിക്ക സമ്മതിച്ചിട്ടില്ല. ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ രക്തം പുരണ്ട ബാഗുകൾ, ഷൂകൾ, വെള്ളപ്പൂക്കൾ, അവരുടെ ചിത്രങ്ങൾ എന്നിവയാണ് വിമാനത്തിൻ്റെ മുൻനിര സീറ്റുകളിൽ നിരത്തിയത്. ഇറാൻ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ അമേരിക്കയെ ലോകമാകെ വിമർശിച്ച ക്രൂരമായ ആക്രമണത്തെ ഇറാൻ ഓർമ്മിപ്പിച്ചത് വെറുതെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അമേരിക്കയെ വിശ്വാസത്തിലെടുത്തല്ല തങ്ങൾ ചർച്ചയ്ക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഈ ചർച്ച പ്രധാനപ്പെട്ടത്, ഞങ്ങൾക്കല്ല എന്ന് തന്നെയാണ് ഇറാൻ സംഘം പറയാതെ പറയുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുൻ വ്യവസ്ഥകൾ അത് അംഗീകരിച്ചാൽ മാത്രമേ ചർച്ചകളുമായി മുന്നോട്ടു പോകൂ എന്ന കർശന നിലപാടിലാണ് ഇറാൻ ഉള്ളത് എന്നാണ് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കരാറിലെത്തിയില്ല എങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പതിവ് പോലെ ഇറാൻ കണക്കിലെടുക്കുന്നില്ല. അതിനിടയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ അമേരിക്കൻ സൈന്യം തുടങ്ങിയെന്ന വീമ്പുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. പതിവ് പോലെ തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കൂടിയാണ് ട്രംപിൻ്റെ ഈ തള്ള്. ലോകരാജ്യങ്ങൾക്കായുള്ള ഒരു ഉപകാരം എന്ന നിലയ്ക്കാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ചൈന, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ മൈനുകൾ നീക്കം ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അമേരിക്ക ഈ ദൗത്യം ഏറ്റെടുക്കുന്നതെന്നും ട്രംപ് വീമ്പ് പറയുന്നുണ്ട്. മൈനുകൾ വിന്യസിക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്ന 28 ബോട്ടുകളും ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ട്രംപ് വീണ്ടും നുണ പറയുകയാണ് എന്നാണ് ഇറാൻ്റെ പ്രതികരണം. ഇറാനെതിരായ ആക്രമണത്തിൽ ട്രംപിൻ്റെ സ്വാധീനം കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇതുപോലുള്ള വിവാദ പ്രസ്താവനകളുമായി ട്രംപ് രംഗത്ത് വരുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം അവിടെ എണ്ണവില കുതിച്ചു വരികയാണ്. മാർച്ചിൽ മാത്രം പണപ്പെരുപ്പം 0.9% കൂടിയത്. ഗ്യാസിൻ്റെ വിലയിൽ 21.2% എന്ന റെക്കോർഡ് വർധനവും ഉണ്ടായി. ഇതിനെ തുടർന്ന് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് 1952 ശേഷം അമേരിക്കയിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ സാമ്പത്തിക മാന്ദ്യം നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ട്രംപിന് നല്ല പേടിയുണ്ട്. മാത്രമല്ല അമേരിക്കൻ ജനത ഇറാനുമായുള്ള യുദ്ധത്തിൽ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. ട്രംപിൻ്റെ അനുയായികൾ പോലും യുദ്ധമുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം സഹിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ്. ഇതോടെ സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക കാരണം സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ട്രംപ് കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്നത്. ഇതിനിടയ്ക്കാണ് ഇറാൻ കേന്ദ്രങ്ങൾക്ക് ആവേശം പകരുന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നത്. അതായത് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പരിക്കുകളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയാണ് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുജ്തബ മാനസികമായി വലിയ ജാഗ്രതയിലാണെന്നും അദ്ദേഹത്തിന് നല്ല മാനസിക കരുത്തുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ 3 സഹായികളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. മുജ്തബ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഓഡിയോ കോൺഫറൻസിംഗ് വഴി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചയുടെ കാര്യത്തിൽ സുപ്രധാന തീരുമാനം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. മുജ്തബ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ദുർബലാവസ്ഥയിലാണ് എന്നും കഴിഞ്ഞ ദിവസം ചില പാശ്ചാത്യ അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെയെല്ലാം തള്ളിക്കളയുന്ന റിപ്പോർട്ടുമായാണ് റോയിറ്റേഴ്സ് രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിവരങ്ങൾ, അതായത് ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങൾ ആധികാരികമാണോ എന്ന് ഉറപ്പു പറയാൻ റോയിറ്റേഴ്സ് തയ്യാറായിട്ടില്ല. അമേരിക്കൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും തിരഞ്ഞിട്ടും മുജ്തബയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇറാനിൽ ഉണ്ടോ എന്ന കാര്യം പോലും ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 1-2 മാസത്തിനുള്ളിൽ മുജ്തബയുടെ ചിത്രങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പൊതുവേദിയിലേക്ക് തിരിച്ചെത്തുമെന്നും അദ്ദേഹത്തിൻ്റെ സഹായികളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിർത്തുകയാണ് ഇറാൻ കേന്ദ്രങ്ങൾ. എന്തായാലും മുജ്തബ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇടപെടുന്നു എന്ന വാർത്ത അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ തിരിച്ചടിയാണ്. വെള്ളിയാഴ്ചയും കടുത്ത നിലപാടുമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഹോർമൂസിൽ പുതിയ ഭരണക്രമം സ്വീകരിക്കുമെന്നും പിതാവിൻ്റെ മരണത്തിൽ പ്രതികാരം ചെയ്യുമെന്നും ആ പ്രസ്താവനയിൽ മുജ്തബ ഊന്നി പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇറാൻ ഇസ്ലാമാബാദ് ചർച്ചയിലെടുക്കുന്ന കർശന നിലപാടുകളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. എന്തായാലും ഇസ്ലാമാബാദിൽ തുടങ്ങിയിരിക്കുന്ന ചർച്ച വളരെ പോസിറ്റീവായ ഒരു കാലാവസ്ഥയിലാണ് എന്നാണ് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. പരോക്ഷ ചർച്ചകൾ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ സംഘം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. ഒമാൻ സംഘവും തുർക്കി സംഘവും പാക് ഉദ്യോഗസ്ഥ സംഘവുമായി ചർച്ചയുടെ കാര്യത്തിൽ നിരന്തരം ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ സമ്പർക്കത്തിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച രാജ്യങ്ങൾ എന്ന നിലയ്ക്കാണ് ഇവരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.
എന്തായാലും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികൾ. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള വിവരങ്ങൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ നേരിട്ട് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.